Hello everyone. നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നുള്ള ചാപ്റ്ററിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ 2020-2019 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ലാസ്റ്റ് നടന്ന എക്സാംസ് ഇംപ്രൂവ്മെൻറ്റ് ജൂലൈ 2020 ചോദ്യമാണ്. ഇൻ എ കപ്പാസിറ്റർ ദ എനർജി ഈസ് സ്റ്റോർഡ് ഇൻ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ദ പോസിറ്റീവ് പ്ലേറ്റ്, നെഗറ്റീവ് പ്ലേറ്റ്, in the electric field between the plates and none of this. നമ്മൾ NCERT ടെക്സ്റ്റിൽ 2.15 സെക്ഷൻ, അതായത് അവസാനത്തെ സെക്ഷനിൽ പഠിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യും. ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് CV² ഹാഫ് QV ഒക്കെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ എനർജി എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോമുല ഒരു ഇക്വേഷൻ എഴുതും. U is equal to half epsilon 0 E². അതിൽ E മാത്രമാണ് വേരിയബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു കപ്പാസിറ്ററിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സിലാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഇൻ ദ ഫീൽഡ് ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദി കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇത് സെക്ഷൻ 2.12 നമ്മൾ പഠിക്കുന്ന ഒരു പ്രൂഫാണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് C is equal to epsilon 0 A/D, where A is the area and D is the distance of separation between the plates. ഈ പ്രൂഫാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the parallel plate capacitor with air between the plates has a capacitance of 8 picofarad. What will be the capacitance if the distance between the plates is reduced by half and the space between them is filled with a substance of dielectric constant? ഇവിടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ഇൻ ബിറ്റ്വീനുള്ള മീഡിയം എയർ ആയിരുന്നപ്പോഴത്തെ വാല്യൂ തന്നിട്ടുണ്ട്. അത് 8 picofarad ആണ്. ഇനി ഈ മീഡിയം എയർ മാറ്റി ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് 6 ഉള്ള ഒരു മീഡിയം വെച്ച് റീപ്ലേസ് ചെയ്യുകയും അതിൻ്റെ ഒപ്പം കപ്പാസിറ്ററിൻ്റെ 2 പ്ലേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആദ്യമുള്ളതിൻ്റെ പകുതിയായിട്ട് കുറയ്ക്കുകയും ചെയ്താൽ എത്രയായിരിക്കും കപ്പാസിറ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സെക്ഷൻ 2.12 ചെയ്ത ഡെറിവേഷനിലെ ഉത്തരം നമുക്ക് ഇവിടെ എടുക്കാം. C is equal to epsilon 0 A/D. ഇതിൽ epsilon 0 അതിൻ്റെ കൂടെ എയറിൻ്റെ മീഡിയം എയർ ആയിരിക്കുമ്പോഴത്തെ epsilon Rൻ്റെ വാല്യൂ 1 ആയതുകൊണ്ടാണ് epsilon 0 A/D എന്ന് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ പുതിയൊരു സബ്സ്റ്റൻസ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ D എന്നുള്ള വാല്യൂ പകുതിയായിട്ട് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് പുതിയ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും. C' is equal to epsilon 0 epsilon R A/D/2. ഈ epsilon R ആണ് പുതിയ മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. epsilon Rന് പകരം 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ C' is equal to 6 epsilon 0 A/D/2 വരും. 2നെ മുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ 12 epsilon 0 A/D വരും. epsilon 0 A/D ഓൾറെഡി നമുക്കറിയാം, ഇറ്റ് ഇസ് C. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ C' equal to 12C. C എന്ന് പറയുന്ന വാല്യൂ ഗിവൺ ആണ് 8 picofarad ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 12 into 8 96 picofarad ആണ് ആൻസർ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how the capacitance changes if the distance between the plates of a parallel plate capacitor is halved. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ 2 പ്ലേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് പകുതിയായിട്ട് കുറച്ചാൽ കപ്പാസിറ്റൻസിൽ എന്ത് ചേഞ്ചാണ് വരിക എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് നേരത്തെ ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. C is equal to epsilon 0 A/D. D പകുതിയായിട്ട് കുറഞ്ഞാൽ D equal to D/2 ആവും. സോ C1 is equal to epsilon 0 A/D/2. 2നെ മുകളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 epsilon 0 A/D. epsilon 0 A/D ആണ് എന്ത് ഇനീഷ്യലുള്ള കപ്പാസിറ്റൻസ്. ഇപ്പോൾ അത് എന്തായിട്ട് മാറി 2 into epsilon 0 A/D. ഇപ്പോൾ ഓപ്ഷൻ ഇസ് ഡബിൾഡ്. കപ്പാസിറ്റൻസ് ഡിസ്റ്റൻസ് പകുതിയായിട്ട് കുറയ്ക്കുമ്പോൾ കപ്പാസിറ്റൻസ് ഇരട്ടിയാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 capacitors of capacitances 2 picofarad, 3 picofarad and 4 picofarad are connected in parallel. Write the SI unit of capacitance. Calculate the effective capacitance of the combination. SI unit of capacitance നമുക്കറിയാം, ഇറ്റ് ഇസ് ഫാരഡ്. അടുത്തത് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കോമ്പിനേഷൻ പാരലൽ ആണ്. അപ്പോൾ നമ്മൾ സെക്ഷൻ 2.14 NCERT ടെക്സ്റ്റിൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് പഠിക്കുന്നുണ്ട്. സീരീസ് കോമ്പിനേഷനും ഉണ്ട്, പാരലൽ കോമ്പിനേഷനും ഉണ്ട്.
പാരലൽ കോമ്പിനേഷനിലെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ കപ്പാസിറ്ററിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെ സമ്മാണ്. അതായത് C=C1+C2+C3. ഇവിടെ അത് 2, 3, 4 ആണ്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്യുമ്പോൾ 9 പൈക്കോഫാരഡിന് ആൻസർ കിട്ടും. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാവുന്നൊരു പോർഷനും കൂടിയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കാം. അതേ പോർഷനിൽ നിന്നുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. 3 capacitors of capacitances 2 picofarad, 3 picofarad and 4 picofarad are connected in parallel. Determine the charge on each capacitor if the combination is connected to a 100-volt supply. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ കപ്പാസിറ്ററിലെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ആയിട്ടുള്ളത് സെയിം ആയിരിക്കും. In parallel combination, same potential difference is applied across all capacitors. കാരണം പാരലൽ കോമ്പിനേഷനിൽ ഒരേ പോയിന്റിന് ഇൻ ബിറ്റ്വീൻ ആണ്, 2 പോയിന്റിൻ്റെ ഇൻ ബിറ്റ്വീൻ, അതായത് സർക്യൂട്ടിൽ ഒരേ പോയിന്റിലേക്കാണ് എല്ലാ കപ്പാസിറ്റേഴ്സും കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആവുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരേപോലെ തന്നെ എല്ലാ കപ്പാസിറ്ററിലെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തിട്ട് ചാർജിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. Q is equal to CV ആണ്. ചാർജ് ഈക്വൽ ടു കപ്പാസിറ്റൻസ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇപ്പോൾ ആദ്യത്തെ കപ്പാസിറ്ററിലെ കപ്പാസിറ്റൻസ് Q1 ഈക്വൽ ടു C1 ഇൻറ്റു V, 2 പൈക്കോഫാരഡ് ഇൻറ്റു 100, 2 × 10⁻10 കൂളം. അതുപോലെ തന്നെ Q2, Q3 സെയിം ഇക്വേഷൻസ് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Q2 ഈക്വൽ ടു C2V, 3 × 10⁻2 ഇൻറ്റു 100, 3 × 10⁻10 കൂളം. അതുപോലെ Q3 ഈക്വൽ ടു C3V, 4 picofarad into 100, 400 × 10 coulomb. Next question. What is the value of electric field inside a charged conductor? ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ ഉള്ളിലത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ സെക്ഷൻ 2.9 ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ് പഠിക്കുന്നുണ്ട്. 5 പോയിൻറ്റ്സ് പഠിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ. ഇറ്റ് ഈസ് 0. കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ചാർജ്ഡ് കാരിയേഴ്സ് ഉണ്ടെങ്കിലും അത് ചാർജ്ഡോ അൺചാർജ്ഡോ ആയ സിറ്റുവേഷനിൽ ഇപ്പോഴും അതിൻ്റെ ഉള്ളിലത്തെ ചാർജ് കാരിയേഴ്സ് അതിൻ്റെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആവുന്ന വിധത്തിലാണ് അറേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ ഉള്ളിലത്തെ ഇലക്ട്രിക് ഫീൽഡിന് വേറൊരു ഡയറക്ഷൻ കൺസിഡർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഉള്ളിലത്തെ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും 0 ആവുന്ന വിധത്തിലാണ് അതിലത്തെ ചാർജ് കാരിയേഴ്സ് സ്വയം അറേഞ്ച് ചെയ്യുക. അത് അതിൽ ആദ്യത്തെ പോയിൻ്റാണ്. സെക്ഷൻ 2.9 ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സിൽ ആദ്യത്തെ പോയിൻ്റാണ്. അതിലെല്ലാ പോയിൻറ്റും കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫിഗർ ഷോസ് Q versus V ഗ്രാഫ് ഫോർ 2 combinations of capacitors. Identify the graph representing the parallel combination. അപ്പോൾ ചാർജും പൊട്ടൻഷ്യലും തമ്മിലുള്ള ഗ്രാഫാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അത് സീരീസ് കോമ്പിനേഷൻ്റെ ഉണ്ട്, പാരലൽ കോമ്പിനേഷനും ഉണ്ട്. അതിൽ നിന്നും പാരലൽ കോമ്പിനേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ്റെയും പാരലൽ കോമ്പിനേഷൻ്റെയും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് നമുക്കറിയാം. സീരീസ് കോമ്പിനേഷനിൽ കളക്ട് ചെയ്യുമ്പോൾ 1/C = 1/C1 + 1/C2 എക്സെട്ര എന്ന് വരിക. പാരലൽ കോമ്പിനേഷൻ ആകുമ്പോൾ C is equal to C1 + C2 + C3. അപ്പം അതിൽ നിന്ന് എവിഡൻ്റ് ആണ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കൂടുന്നത് എപ്പോഴാണ്? പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കുറയുന്നത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതിൽ ഏത് ഗ്രാഫിലാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കൂടുതലെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ഏതാണ് പാരലലെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നോക്കാം. നമുക്കൊരു ഇക്വേഷൻ അറിയാം. Q is equal to C/V ആണ്. അപ്പോൾ കപ്പാസിറ്റൻസ് C is equal to എന്താണെന്ന് എഴുതാം? C = Q/V ആണ്. ഇവിടെ ഇക്വേഷനിൽ y ആക്സിസിൽ Qവും x ആക്സിസിൽ Vയും ആണ്. അപ്പോൾ ഈ രണ്ട് ഗ്രാഫിൻ്റെയും സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? Q/V ആയിരിക്കും. ഈ Q/V തന്നെയാണ് എന്ത്? C. അപ്പോൾ സ്ലോപ്പ് ഏതിനാണോ കൂടുതൽ അതിൻ്റെ ഗ്രാഫ്, ആ ഗ്രാഫായിരിക്കും പാരലൽ കോമ്പിനേഷൻ്റെ ഗ്രാഫ്. നമ്മളൊരു കറസ്പോണ്ടിങ് പോയിന്റ് കൺസിഡർ ചെയ്യുക. അതിൽ നിന്ന് രണ്ട് ഗ്രാഫിലും ഒരേ ഒരു പോയിന്റ് ഓഫ് ചാർജിന് രണ്ട് ഗ്രാഫിലെയും വാല്യൂ എത്രയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പോയിൻ്റാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ Q ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഇവിടെ ആയിട്ടാണ് Vയുടെ വാല്യൂ വരിക. അപ്പോൾ Q/V നമുക്കൊരു വാല്യൂ കിട്ടും. അതേപോലെ തന്നെ അടുത്ത ഗ്രാഫിൽ Q അതേ പോയിന്റിൽ എടുത്താൽ Vയുടെ വാല്യൂ ഇവിടെയാണ് വരിക. രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യുക. ഒരേ പോയിന്റിൽ നിന്ന് ഏകദേശം ഒന്ന് വരച്ച് നോക്കാം. Q ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ V ഇവിടെ വരും. Qൻ്റെ വാല്യൂ
രണ്ടാമത്തെ ഗ്രാഫിൽ എടുത്തിട്ടുണ്ടെങ്കിൽ വി ഇവിടെ വരും. അതായത് ബി എന്ന് പറഞ്ഞ ഗ്രാഫിലാണ് വിയുടെ വാല്യൂ കൂടുതൽ വരും. അപ്പോൾ ക്യൂ ബൈ വിയുടെ വാല്യൂ എന്തായിട്ട് മാറും? കുറയും. അപ്പോൾ ക്യൂ ബൈ വിയുടെ വാല്യൂ കൂടുതൽ എ ഗ്രാഫിനാണ്. അതായത് എ ഗ്രാഫാണ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? പാരലൽ കോമ്പിനേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഗ്രാഫിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാതെ തന്നെ എവിഡൻ്റ് ആണ്. ഇവിടെ സ്ലോപ്പ് കൂടുതൽ എക്കാണ്, അതുകൊണ്ട് എ ആയിരിക്കും പാരലൽ കോമ്പിനേഷൻ. വളരെ നാരോ ഡിഫറൻസ് ഉള്ള ഗ്രാഫുകൾ വരികയാണെങ്കിൽ ഇതുപോലെ ഒരു കറസ്പോണ്ടിങ് ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിന് കറസ്പോണ്ടിങ് വി കൺസിഡർ ചെയ്യുക. വി കൂടുന്നതിനനുസരിച്ച് സ്ലോപ്പ് കുറയുന്ന മനസ്സിലാക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, write the expression for the effective capacitance of two capacitors connected in parallel and also series. അപ്പോൾ അതിൽ പാരലൽ കോമ്പിനേഷൻ നമുക്കറിയാം സി ഇസ് ഈക്വൽ ടു C1 പ്ലസ് C2 ആണ്. സീരീസിൻ്റെ 1/C ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2. രണ്ട് കപ്പാസിറ്റേഴ്സ് ആയതുകൊണ്ട് നമുക്കതിനെ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. C ഈക്വൽ ടു C1 C2 ബൈ C1 പ്ലസ് C2. അപ്പോൾ എത്ര കപ്പാസിറ്റേഴ്സാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. നമ്മൾ ചിലപ്പോൾ ഓൾറെഡി ഇങ്ങനെ പഠിച്ച് വെച്ചിട്ടുണ്ടാവും. C ഈക്വൽ ടു C1 പ്ലസ് C2, 1/C ഈക്വൽ 1/C1 പ്ലസ് 1/C2 അല്ലെങ്കിൽ 1/C3 അങ്ങനെ മൂന്നെണ്ണത്തിൻ്റെയൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ക്വസ്റ്റ്യൻസിൽ എത്ര കപ്പാസിറ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് പ്രോബ്ലം ആയിട്ട് വരുവാണെങ്കിൽ സീരീസിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം 1/C ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഫൈനൽ ആൻസറിൽ എപ്പോഴും റെസിപ്രോക്കൽ എടുത്ത് C കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ A and B ഫ്രം ദ ഫിഗർ ഗിവൺ ബിലോ. ഗിവൺ C1 ഈക്വൽ ടു C3 ഈക്വൽ ടു 100 മൈക്രോഫാരഡ്, C2 ഈക്വൽ ടു C4 ഈക്വൽ ടു 200 മൈക്രോഫാരഡ്. നമുക്ക് ഇവിടെ ഫിഗറിൽ നോക്കിയാൽ കാണാം C1ഉം C2ഉം പരസ്പരം പാരലലാണ്, C3യും C4ഉം പാരലലാണ്. ഈ രണ്ട് പാരലൽ കോമ്പിനേഷനും പരസ്പരം A, B എന്ന് പറഞ്ഞ രണ്ട് കണക്ഷൻ പോയിൻറ്റ്സിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം രണ്ട് പാരലൽ കോമ്പിനേഷൻ്റെയും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചതിന് ശേഷം രണ്ടും കൂടിയുള്ള സീരീസ് കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് C1 ആൻഡ് C2 ആർ പാരലൽ. C1 ഇവിടെ ഗിവൺ ആണ് 100 മൈക്രോഫാരഡ് ആണ്, C2 200 ആണ്. അപ്പോൾ 100 പ്ലസ് 200 ഇറ്റ് ഈസ് ഈക്വൽ ടു 300 മൈക്രോഫാരഡ്. അതുപോലെ C3 C4ൽ C3 100 ആണ്, C4 200 ആണ്. അപ്പോൾ അതും 300 മൈക്രോഫാരഡ്. അപ്പോൾ രണ്ട് പാരലൽ കോമ്പിനേഷൻ്റെയും വാല്യൂ കിട്ടി. അടുത്തത് ഇത് രണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ എത്രയായിരിക്കും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്? 1/C ഈക്വൽ ടു 1/300 പ്ലസ് 1/300. റെസിപ്രോക്കലി കാൽക്കുലേറ്റ് ചെയ്താൽ C ഇസ് ഈക്വൽ ടു 150 മൈക്രോഫാരഡ് എന്ന് കിട്ടും. Next question, the equipotential surface through a point is normal to the electric field at that point. What is meant by equipotential surface? What is the work done to move a charge on an equipotential surface? Draw the equipotential surfaces for a uniform electric field. First question നോക്കാം, what is meant by equipotential surface. നമ്മൾ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്ന ഒരു കൺസെപ്റ്റാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. ഡെഫിനിഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇസ് എ സർഫസ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ അറ്റ് ഓൾ പോയിൻറ്റ്സ് ഓൺ ദ സർഫസ്. ഒരു സർഫസിലെ എല്ലാ പോയിന്റിലും സെയിം പൊട്ടൻഷ്യൽ ആണെങ്കിൽ അത്തരം സർഫസുകളെയാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയാം. അടുത്ത ചോദ്യം നോക്കാം, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഓൺ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഒരു സർഫസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കുമ്പോൾ വർക്ക് ചെയ്യുന്നത് അത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഓവർകം ചെയ്യാനാണ്. രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെങ്കിൽ അടുത്ത വർക്ക് എത്രയായിരിക്കും? 0 ആയിരിക്കും. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ വർക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ അതാണ് കേസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയതുകൊണ്ട് തന്നെ ഏത് രണ്ട് പോയിന്റ് എടുത്താലും സർഫസിലെ പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പോൾ അവരുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വർക്ക് ഡൺ 0 ആണ്. ഡ്രോ ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഫോർ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇപ്പോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ടുള്ള പാരലൽ ലൈൻസ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ടുള്ള പാരലൽ ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ആയിരിക്കും എന്ത്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ആയിരിക്കും. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഇവിടുത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. സോ
ഇത്രയാണ് ആദ്യത്തെ കഴിഞ്ഞ 2 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ്. നമ്മൾ അടുത്ത പാർട്ടിൽ പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ കൺസിഡർ ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.